ദൈവനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. പുതിയൊരു ദിവസം കൂടെ കാണുവാൻ കൊണ്ട് ദൈവം സഹായിച്ചു. നാം വെളിപാട് പുസ്തകത്തിൽ നിന്നുള്ളതായ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ ധ്യാനത്തിനായിട്ട് എടുത്തിരിക്കുന്ന ആ വേദഭാഗം വെളിപാട് പുസ്തകം 10-9 വാക്യമാണ്. അവിടെ അതിന് തലക്കെട്ട് കൊടുത്തിരിക്കുന്നത് വെളിച്ചം ആവശ്യപ്പെടുന്നു. അപ്പോൾ ഈ വെളിച്ചം എന്തിനു വേണ്ടിയാണ്? അതായത് അനേക കാര്യങ്ങളും മർമ്മത്തിലൂടെയാണ്. അപ്പോൾ അത് തുറന്നു കാണിക്കേണ്ട കൊണ്ടമാണ് വെളിപാട് പുസ്തകം ഒരു തുറന്ന പുസ്തകമായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇവിടെ നാം 10-9 വാക്യം ഞാൻ വായിക്കുകയാണ്. ഞാൻ ദൂതൻ്റെ അടുക്കൽ ചെന്ന് ചെറുപുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിൻ്റെ വയറ്റിന് കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ ഇവിടെ ഒരു കയ്പിൻ്റെയും മധുരത്തിൻ്റെയും അനുഭവത്തെയാണ് ഇവിടെ പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മുടെ രുചിയുടെ ക്രമം, അതായത് ആദ്യം മധുരം പിന്നെ കയ്പ്. നമുക്കറിയാം ചില സാധനങ്ങൾ നമ്മൾ കഴിക്കുമ്പോൾ ഇതുപോലെ സംഭവിക്കാറുണ്ട്. അതാണ് പ്രത്യേകിച്ച് പറയുമ്പോൾ നെല്ലിക്ക കഴിക്കുമ്പോൾ ആദ്യം പുളിക്കും, പിന്നെ അത് കുറച്ച് കഴിയുമ്പോഴത്തേക്കും മധുരിക്കും. പിന്നെ അതുകൊണ്ട് അങ്ങനെ അതുപോലുള്ളൊരു അനുഭവമാണ്. അതായത് ഇവിടെ ഈ പറയുന്ന സംഭവം ക്രമേണ സംഭവിച്ചു. പ്രത്യേകിച്ച് നമുക്കറിയാം കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ ശിഷ്യന്മാരോടൊപ്പം ജീവിച്ചു. അദ്ദേഹം പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. എന്നിരുന്നാലും എന്താണ്, അവർക്ക് യേശുക്രിസ്തു മരിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർക്ക് ഭയങ്കര സങ്കടമായിരുന്നു, അല്ലെങ്കിൽ പ്രയാസമായിരുന്നു. അത് തന്നെയുമല്ല, കാലക്രമേണ നമുക്കറിയാം സംഭവം ഇതാണ്. അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ ക്രൂശിച്ചു കഴിഞ്ഞ ശേഷം ശിഷ്യന്മാർ പലയിടത്തേക്കായിട്ട് പരന്നുപോയി എന്ന്. എങ്കിലും കർത്താവ് അവരോട് പറഞ്ഞ സമയത്ത് അവർ കാത്തിരുന്നു. ഇന്ന് ജീവിച്ചിരിക്കുന്നവരായ നമുക്കും പ്രത്യേകിച്ച് 1844 ഒരു വലിയ നിരാശയുടെ അനുഭവം ഉണ്ടായി. അപ്പോൾ ആ നിരാശയുടെ അനുഭവം ഉണ്ടായപ്പോൾ പുനരാഗമന വിശ്വാസികളായിരുന്ന എല്ലാവരും അവരുടെ വിശ്വാസപ്രകാരം 1844 കർത്താവ് വരും എന്നുള്ള ചിന്തയായിരുന്നു. പക്ഷേ കർത്താവ് വന്നില്ല. അപ്പോൾ ആ ഒരു സംഭവത്തെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. എല്ലാവർക്കും വലിയ താല്പര്യമായിരുന്നു. പക്ഷേ ആദ്യം ഇതൊക്കെ കർത്താവിൻ്റെ വരവ് സന്തോഷകരമായി കാത്തിരുന്നു. പക്ഷെങ്കിൽ കർത്താവ് വന്നില്ല. അതൊരു കൈപ്പേറിയ അനുഭവമായിരുന്നു. ആയതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ജീവിച്ചിരിക്കുന്നവരായ നമുക്ക് പലപ്പോഴും ഇരുട്ട് നിറഞ്ഞ അവസ്ഥയിൽ ദൈവം കർത്താവായ യേശുക്രിസ്തു വരുന്നതിന് വേണ്ടി നാം ഒരുങ്ങുക. ഒരിക്കലും ആ വിശ്വാസം അല്ലെങ്കിൽ ആ പ്രത്യാശ കൈവിടരുത്. കൈവിട്ടാൽ നമുക്കൊരു നഷ്ടപ്പെട്ട അനുഭവം ആകും. പക്ഷേ കർത്താവ് വരുന്നു. ആ ഒരു മധുരകരമായ അനുഭവത്തിന് വേണ്ടി നാം കാത്തിരിക്കുക. ചിലപ്പോൾ കയ്പിൻ്റെ അനുഭവം ഉണ്ടായിരുന്നാൽ തന്നെയും നമുക്ക് തന്നിരിക്കുന്ന ഈ വെളിച്ചം പ്രാപിച്ച് ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ ചെറിയ പഠനത്തിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഏറ്റവും അധികം വാത്സല്യമായി സ്നേഹിക്കുന്ന സ്വർഗീയ വാഴ്ത്തപ്പെട്ട ദൈവമേ, തിരുസന്നിധിയിലേക്ക് അടിയങ്ങളെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. ഈ ദിവസം കാണുവാൻ സഹായിച്ച നന്ദിയോടെ സ്തോത്രം. അടിയനെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവരുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് അറിയുന്നു. അവിടെ നിന്നറിയാതെ ഒരു കാര്യവും സംഭവിക്കുന്നില്ല. രോഗികളായിരിക്കുന്നവർക്ക് വേണ്ട സുഖം, അതുപോലെ സമാധാനം ഇല്ലാത്തവർക്ക് സമാധാനം, അതുപോലെ ജീവിതത്തിൽ പ്രത്യാശയുള്ളവരായി ജീവിപ്പാനൊക്കെ ഞങ്ങളെ ഇനി പകൽക്കാലം സഹായിക്കണമെന്ന് യേശുവിൽ കൊടുത്ത ആഴ്മയോടും വിനയമായി ചോദിക്കുമ്പോൾ കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.